ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വിഷയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൂൺ ഗോഡ്സ് ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ അതായത് ഡ്രസ്സുകളുടെയൊക്കെ അല്ലേ, അതായത് റേറ്റ് കുറവിന്, അതായത് 899 699 എന്നൊക്കെ പറഞ്ഞിട്ട് കുർത്തീസും അതുപോലെ തന്നെ കുർത്തീസ് അങ്ങനെ ഡ്രസ്സുകളുടെ ഒരു വൻ ശേഖരം തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് മൂൺ ഗോഡ്സ്. അപ്പോൾ അവർക്കെതിരെയായിട്ട് ഒരു വിമർശനമായിട്ട് ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1 ഇയർ കഴിഞ്ഞിട്ടാണ് ആ പ്രൊഡക്റ്റ് നമ്മളിലേക്ക് എത്തുന്നത് എന്നുള്ളൊരു കംപ്ലൈൻ്റ് ആണ് ഒരു യുവതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വോയിസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ അതിന് വീഡിയോ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇൻസ്റ്റയിൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണാറുണ്ട് കേട്ടോ. അതായത് നമുക്ക് ഭയങ്കര റേറ്റ് കുറവ്, നല്ല ചീപ്പസ്റ്റ് ആയിട്ട് നല്ല ഭംഗിയാണ് ഡ്രസ്സുകൾ കാര്യങ്ങൾ കാണാം. നമുക്ക് ആ എമൗണ്ടിന് അത് വർത്താൻ തോന്നും. പക്ഷേ ഞാൻ ഓർഡർ ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുക്കുമ്പോൾ ഒരു ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് ഞാൻ ഓർഡർ ചെയ്താലോ എന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സ് കണ്ടപ്പോൾ എനിക്ക് ഓർഡർ ചെയ്യേണ്ട ആഗ്രഹമായിട്ട് മാറിക്കിട്ടി. കാരണം എല്ലാവരും നെഗറ്റീവായിട്ട് പറയുന്നത്, അതായത് ഓർഡർ ചെയ്തിട്ട് കുറേ ആയി ഇതുവരെ കിട്ടിയില്ല, എത്ര മാസമായി ഞങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എന്താ പറയുക കംപ്ലയിൻറ്റ്സ് മാത്രമാണ് ആ ഒരു കമൻറ്റ് ബോക്സ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്താ ഇങ്ങനെ ഇത്ര ഡിലേ ആവുന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ആ യുവതിയുടെ വോയിസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ ഇവിടെ കാണിക്കാം കേട്ടോ. അപ്പം നോക്കി നോക്കാം എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. ഞാൻ 2024 ഓഗസ്റ്റ് 14 തീയതിയാണ് മൂൺ ഗോഡ്സ് ഒരു 699 ഒരു കുർത്തി ഓർഡർ ചെയ്തത്. അതിൽ ടോട്ടൽ 699 അതിൻ്റെ പ്രൈസും അതിൻ്റെ കൂടെ അതിൻ്റെ GST ഷിപ്പിംഗ് ചാർജ് അങ്ങനെ എല്ലാം കൂടെ 807 ഞാൻ പേ ചെയ്തായിരുന്നു. അതിനകത്ത് അവർ നോർമൽ പറയുന്ന പോലെ 90 വർക്കിംഗ് ഡേയ്സ് ആണ്, അത് നോക്കിയിട്ട് തന്നെയാണ് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്തത്. അതിനുശേഷം ഞാൻ 90 വർക്കിംഗ് ഡേയ്സ് അല്ല 6 മന്ത്സ് വരെ ഞാൻ പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. ഇവരുടെ ലേറ്റ് ആവും എന്നുള്ള ന്യൂസ് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇവർ പ്രോഡക്റ്റേ മുക്കും എന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഞാനൊരു 6 മന്ത് വരെ ഓക്കെ നമുക്ക് കിട്ടുമോ ഇല്ലയെന്ന് നോക്കാം എന്ന് വിചാരിച്ച് ഞാൻ വെയിറ്റ് ചെയ്തത്. 6 മന്തിൽ ആയിട്ടും അവരുടെ നിന്ന് യാതൊരു റെസ്പോൺസും ഉണ്ടായി. ഡ്രസ്സ് ഓർഡർ ചെയ്യുമ്പോൾ ഇന്ന ഫംഗ്ഷൻ അത് വെയർ ചെയ്യാം, അല്ലെങ്കിൽ ഇന്നോടത്തേക്ക് ഇട്ടിട്ട് പോകാം എന്നുള്ളൊരു പ്ലാനിങ് നമുക്ക് എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ ആ പ്ലാനിങ്ങിൻ്റെ ബേസ് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അത് ആ ദിവസത്തേക്ക് അത് ഉപയോഗിക്കാൻ പറ്റണം നമുക്ക്. അല്ലാതെ കുറേ കഴിഞ്ഞ് നമുക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ അതിലൊരു എന്താ പറയുക ഒരു വാല്യൂ അതിന് ഉണ്ടാവില്ല. അതായത് ഫോർ എക്സാമ്പിളായിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ മീഷോന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തു. ആ ഓർഡർ ചെയ്ത സാധനം നമ്മൾ ദിവസം നമുക്ക് അത്രയും നമ്മൾ എക്സൈറ്റഡ് ആണ് അത് കിട്ടാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം അത് എവിടെ എത്തി നമ്മൾ നോക്കും. ഞാൻ നോക്കാറുണ്ട്. ഇനി എല്ലാവരുടെ കേസ് ഒന്നും എനിക്കറിയില്ല, മിക്കവരും നോക്കും അത് എവിടെ എത്തി എന്നാൽ എനിക്ക് കിട്ടുക എന്നുള്ളതൊക്കെ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു 1 ഇയറൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞ സമയത്തിലും അധികം സമയം എടുത്തു കഴിഞ്ഞാൽ എന്തായാലും ദേഷ്യം വരും അല്ലേ. അപ്പോൾ ആ ഒരു കാര്യത്തോണ്ടാണ് അവർ കംപ്ലയിൻറ്റ് കൊടുത്തത്. അതുകൊണ്ട് മാത്രമല്ല അവർ ക്ഷമയോടെ വെയിറ്റ് ചെയ്തോളായിരുന്നു, പക്ഷേ അവർ തിരിച്ച് ആ റെസ്പെക്റ്റ് കൊടുക്കണമായിരുന്നു. അതായത് നല്ല രീതിക്ക് അവർ കസ്റ്റമറിനോട് നല്ല രീതിക്ക് സംസാരിക്കണമായിരുന്നു. ഇന്ന കാരണം കൊണ്ടാണ് ഡിലേ വരുന്നത് അല്ലേ എന്നത് പറഞ്ഞിട്ട് അവരെ മനസ്സിലാക്കി കൊടുക്കണമായിരുന്നു. അല്ലാതെ നിങ്ങളെന്തോ ചെയ്തോളൂ അതിനൊരു പ്രശ്നമില്ല എന്ന രീതിക്ക് മറുപടി പറയില്ല. അതിന് മറുപടി ക്ലിപ്പ് ഇവിടെ ഉണ്ട്. അവരുടെ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തതിന് ശേഷമുള്ളൊരു വോയിസ് ക്ലിപ്പ് റെക്കോർഡ് ഉണ്ട് ഇവിടെ, അതായത് വോയിസ് റെക്കോർഡ് ഉണ്ട്, അതൊന്ന് കണ്ടോ, കോൾ റെക്കോർഡ് ഉണ്ട്, അതൊന്ന് കണ്ടോക്കാം. എന്ന് പറയുന്ന ഓർഡർ നമ്പർ ഇന്നൊരു ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോ റിട്ടേൺ സെക്ഷനിലേക്ക് അത് റിട്ടേൺ വന്നിട്ടുണ്ട്. ഇന്നാണ് റിട്ടേൺ വന്നേക്കുന്നത്. അപ്പൊ അത് എന്താണ് എൻക്വയറി എന്താണെന്ന് അറിയാൻ വേണ്ടി ഈ സാധനം ഞാൻ എന്ന് ഓർഡർ ചെയ്തതാണെന്ന് പറഞ്ഞ ഓഗസ്റ്റ് 16, 2024. ഇപ്പൊ മാസം എത്രയായി? ഇതിപ്പോ ജൂൺ. എത്ര മാസമായി? നമുക്ക് മാമിന് അറിയാലോ, കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടൂലേ എത്ര നാളെ. നിങ്ങൾ പറഞ്ഞ നിങ്ങൾ എത്ര മാസമായി ഇപ്പൊ ഈ സാധനം? ഇതിപ്പോ നമ്മള് റിട്ടേൺ സെക്ഷനിൽ നിന്ന് വിളിക്കുന്നത് മാം. നിങ്ങൾ നിങ്ങൾ ഏത് സെക്ഷനിൽ നിന്നായാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഞാന് നിങ്ങളെ പല പ്രാവശ്യം ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ എന്ത് മറുപടിയാ കിട്ടിയെന്ന് പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മെയ് ലാസ്റ്റിന് കൺസ്യൂമർ കോടതിയിൽ കംപ്ലൈന്റും പോയിട്ടുണ്ട്. ആ കംപ്ലൈന്റ് നിങ്ങൾക്ക് എത്തിയ ഉടനെ നിങ്ങൾക്ക് ആ സാധനം ഇവിടെ അയക്കണമെങ്കിൽ എനിക്കത് വാങ്ങിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് അയക്കാനല്ല ഞാൻ എന്റെ കാശ് അവിടെ തന്നിട്ടുള്ളത്. ഞാൻ ലീഗലി അതിന്റെ വഴിക്ക് ആ കാര്യങ്ങൾ പോയിക്കോളും. അതുകൊണ്ട് തന്നെയാണ് ശരി. ഇതിപ്പോൾ ഒരാളുടെ അനുഭവം മാത്രമല്ല, അതായത് ഓരോ വീഡിയോയ്ക്ക് താഴെയും ഓരോരുത്തരുടെ കമൻറ്റ് നമുക്ക് കാണാൻ പറ്റും. അതായത് ഒരുപാട് പേര് കമൻറ്റ്സ് ഫുൾ ഇത് തന്നെയാണ്, നെഗറ്റീവ് കമൻറ്റ്സ് ആണ്. അപ്പോൾ ഇത് ഒട്ടനവധി ആൾക്കാരുടെ പരാതി കൂടെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഈ ഒരു പ്രശ്നത്തിന് എല്ലാവരും കംപ്ലയിൻറ്റ് കൊടുക്കണം. ആരും ഇങ്ങനെ ക്ഷമയോടെ വെയിറ്റ് ചെയ്യണമെന്നില്ല. ഓക്കെ. അപ്പോൾ ഏതായാലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ
നമ്മൾ അതിൻ്റെ ഓരോ ഓർഡേഴ്സും നമുക്ക് വിലപ്പെട്ടതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഓരോ കസ്റ്റമറും നമുക്ക് അത്രയും വാല്യുബിൾ ആണല്ലേ. അപ്പോൾ അവർക്ക് നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ബൈ മിസ്റ്റേക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഡിലേ ആവാണെന്നും അവരുടെ ഇൻഫോം ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ എന്താ പറയുക, അവർക്ക് പറഞ്ഞ ആക്യുറേറ്റ് ടൈമിൽ മാക്സിമം അവർക്ക് പ്രൊഡക്റ്റ് എത്തിക്കാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യണം. എന്നിട്ട് അടുത്ത പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ കൊടുത്താൽ മതി. ഓരോ പുതിയ പ്രൊഡക്റ്റ് ഇറക്കുന്നതിന് മുമ്പായിട്ട് ആ ഇറക്കിയിട്ടുള്ള ഡ്രസ്സൊക്കെ പെൻഡിങ് ഉള്ള ആൾക്കാർക്ക് എത്തിക്കുക. എന്നിട്ട് പുതിയ കൊടുത്താൽ മതി. ഇവർ ദിവസം ഓരോന്ന് ഡ്രസ്സുകൾ ഇറക്കുകയാണ്. ഒരു സൈറ്റ് എടുത്ത് നോക്കിയാൽ, ഇൻസ്റ്റാഗ്രാം എടുത്താൽ നോക്കി മനസ്സിലാവും. ദിവസം ഓരോ ഡ്രസ്സുകളുടെ പരസ്യമാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അതിന് പകരമായിട്ട് ഒരു ഡ്രസ്സിൻ്റെ ഫുൾ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു 3/4 ഭാഗത്തോളം കഴിഞ്ഞിട്ട് ഓർഡറുകളൊക്കെ കൊടുത്ത് പെൻഡിങ്ങുകളൊക്കെ തീർത്ത് കഴിഞ്ഞിട്ട് പുതിയൊരു ഡ്രസ്സിൻ്റെ കൊടുത്താൽ മതി അല്ലേ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര പ്രശ്നം വരില്ല. മറ്റത് പഴയ വീഡിയോസിൻ്റെ ഓർഡറുകൾ എടുക്കണം, പുതിയ വീഡിയോസിൻ്റെ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. അതിലേറെ എത്രയോ ബെറ്ററാണ് പെൻഡിങ് തീർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് കൊണ്ടുവരുന്നത് അല്ലേ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൺലൈൻ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.